പ്രിയപ്പെട്ടവരെ, മുഹറം മാസത്തിൻ്റെ ലാസ്റ്റ് വെള്ളിയാഴ്ചയാണ്. വളരെ പോരിശേക്കപ്പെട്ടൊരു വെള്ളിയാഴ്ചയിലാണ് നമ്മളുള്ളത്. ഈ വെള്ളിയാഴ്ചയിൽ 7 കാര്യങ്ങൾ മറക്കാൻ പാടില്ല. അത് ശ്രദ്ധയുണ്ടോ തീർച്ചയായിട്ടും അവർ സലാമത്തായി. പ്രത്യേകിച്ച് അള്ളാഹുവിൻ്റെ വിജയ കവാടങ്ങൾ തുറന്നു നൽകുന്ന ഒരു ഇസ്മുണ്ട്. അള്ളാഹിൻ്റെ ഇസ്മുകളിൽ ഒരു 70 വട്ടമായ ഇസ്മ ഇന്ന് മനസ്സറിഞ്ഞ് വിളിക്കാൻ തയ്യാറാണോ? പിന്നെ ജീവിതത്തിൽ നമുക്ക് തോൽവിയില്ല, സ്വപ്നത്തിൽ പോലും ഉണ്ടാവില്ല. അത്രയേറെ സൗഭാഗ്യമാണ്. ഏതാ ഇസ്മ, എപ്പോഴാണ് ചൊല്ലേണ്ടത്, മറ്റു പ്രത്യേകതകൾ എന്തൊക്കെയാണ്, 7 കാര്യങ്ങൾ ഏതൊക്കെയാണ്, ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഇരുലോക ബറക്കത്തും സലാമത്തും ആഫിയത്തും നമുക്കും നമ്മുടെ വേണ്ടപ്പെട്ട എല്ലാവർക്കും, പ്രത്യേകിച്ച് അൻവാർ ഹഫീസിൻ്റെ കുടുംബത്തിൽ കമൻറ്റിലൂടെയും അല്ലാതെയും കൽബ് നിറച്ച ആഗ്രഹത്തോടെയും ദുആയിലൊന്ന് പങ്കാളിയാകാൻ, ഒന്ന് കയറി കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒട്ടനവധി ആളുകൾ, എല്ലാവർക്കും അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. എല്ലാവരും വലിയ സ്നേഹവും ബഹുമാനവും വലിയ ഇഷ്ടവും ദുആ കൊണ്ടുള്ള വസിയത്തും വലിയ റാഹത്താണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാവർക്കും ഖൈർ നൽകട്ടെ. നമ്മുടെ മരിച്ചവർക്ക് അല്ലാഹു ജന്നത്ത് കൊടുക്കട്ടെ. എല്ലാ മുഅ്മിനീകൾക്കും മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. അല്ലാഹുവിൻ്റെ അപാരമായ നിഅമത്ത് കൊണ്ട് പ്രിയപ്പെട്ടവരെ, ദിവസങ്ങളുടെ രാജാവാകുന്ന വെള്ളിയാഴ്ചയുടെ ഏറ്റവും പുണ്യമാക്കപ്പെട്ട പകലിൽ നമ്മൾ റാഹത്തായി ഒരുമിച്ച് കൂടി. അതും മുഹറം മാസത്തിലെ ലാസ്റ്റ് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ഈ പരിശുദ്ധമായ ദിവസത്തെ ഉപയോഗപ്പെടുത്തുന്നവർക്ക് അല്ലാഹു അക്സറു സവാബ, ധാരാളം കൂലി കൊടുക്കുന്നുണ്ട്. നമ്മൾ ചെറിയൊരു മനസ്സ് കൊടുത്താൽ ഒരാഴ്ചത്തെയല്ല, നമ്മുടെ ലൈഫ് ടൈം മുഴുവനും നമുക്ക് സംഭവിച്ചു പോയ എല്ലാ തെറ്റുകളും അല്ലാഹു മാപ്പാക്കും. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് ഫ്യൂച്ചർ നമ്മുടെ ശിഷ്ടകാല ജീവിതം ബറക്കത്തിലും ഐശ്വര്യത്തിലും റാഹത്തിലും അല്ലാഹു ആക്കിത്തരും. എല്ലാ പ്രശ്നങ്ങളും പരിഹാരമാകും, തെറ്റുകൾ പൊറുക്കപ്പെടും, ബറക്കത്തുകളും റഹ്മത്തുകളും കിട്ടും. എന്തായാലും മാർഗം അതിന് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം സൂറത്തുൽ കഹ്ഫ് പാരായണം ഇന്ന് മാറ്റി വെക്കാനേ പാടില്ല. അല്ലാഹു അവസരം തന്നിട്ടുണ്ടോ ഉറപ്പായി ഓതണം. ഇനി ഖുർആൻ ഓതാൻ അറിയാത്തവരാണോ, സൂറത്തുൽ കഹ്ഫ് മക്കളോടൊക്കെ പറയാം, അല്ലെങ്കിൽ നമ്മളൊന്ന് എടുത്തിട്ട് അതിൻ്റെ ഓരോ വരികളിലൂടെയും കണ്ണുകൊണ്ട്, ഓതാൻ അറിഞ്ഞുകൂടാത്തവരോടെ കുറിച്ചായി പറയുന്നത്, കണ്ണുകൊണ്ട് ഓതി ആ സൂറത്തുൽ കഹ്ഫ് തീർക്കുക. നിർബന്ധമായിട്ടും പരിഗണിക്കേണ്ട സുന്നത്താണെങ്കിലും മുഅ്മിനീങ്ങൾക്കത് ഫറലായിട്ട് തന്നെ നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു അമല. കാരണം മാറ്റിവെക്കാൻ പറ്റില്ല. അത്രയേറെ വിശ്വാസികൾക്ക് അറ്റാച്ച്മെൻ്റാണ് ഈ സൂറത്തിനോട്. ആ സൂറത്ത് പ്രിയപ്പെട്ടവരെ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു പ്രകാശമായി നൽകുമെന്ന ഹദീത്ത്. 100 നൽകും. 100 ജീവിതത്തിൽ കിട്ടുമ്പോൾ ജീവിതം പ്രകാശിക്കും, റാഹത്താവും. ശരീരത്തിൽ കിട്ടുമ്പോൾ അത് ആരോഗ്യമായിട്ട് മാറും, രോഗങ്ങൾ മാറും. സമ്പത്തിൽ കിട്ടുമ്പോൾ വരുമാന മാർഗത്തിൽ വലിയ ബറക്കത്തുണ്ടാവും. കച്ചവടത്തിലാകുമ്പോൾ നല്ല റാഹത്തായ കച്ചവടം നടക്കും. എവിടെയാണോ അള്ളാഹിൻ്റെ 100 വരുന്നത് അവിടെയൊക്കെ വിജയത്തിലാകും. അതിന് പറ്റിയ സൂറത്താ സൂറത്തുൽ കഹ്ഫ്. മാറ്റിവെക്കല്ലേ, ഓർത്ത് പാരായണം ചെയ്യും. രണ്ടാമത് സെക്കൻഡ് വൺ സ്വലാത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടുപിടില്ല, സ്വലാത്ത് വേണമെന്നല്ല, അധികരിപ്പിക്കണം. 300-ൽ കുറയാതെ നമ്മൾ നിർബന്ധമായിട്ട് ചൊല്ലണം. ഏത് സ്വലാത്താണ് വേണ്ടത് ഉസ്താദേ? ഏതും ചൊല്ലാം, 300-ൽ കുറയാൻ പാടില്ല. അതിൻ്റെ മുകളിലേക്ക് എത്രയും ആകാം. അൽഹംദുലില്ലാ. അതൊന്ന് പരിഗണിച്ചു കൊടുക്കുക. അത് തീർച്ചയായും പ്രിയപ്പെട്ടവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും അടുത്ത് നിൽക്കാൻ കാരണമാകും. സ്വർഗത്തിൽ എവിടെയെങ്കിലും അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് നിൽക്കാൻ പറ്റും സ്വലാത്ത് അധികരിപ്പിക്കുമ്പോൾ. പ്രത്യേകിച്ച് വെള്ളിയാഴ്ചയിൽ എൻ്റെ പേര് സ്വലാത്ത് കൂടുതൽ ചൊല്ലണമെന്ന് അവിടുത്തെ ഉദ്ധരണിയുണ്ട്, അവിടുത്തെ ആഗ്രഹമുണ്ട്. അതുകൂടെ നമ്മൾ നിറവേറ്റി കൊടുക്കലാണ്. വലിയ സൗഭാഗ്യ സ്വലാത്ത്. നിർബന്ധമായും കൂലി കിട്ടുന്ന, അതായത് ചെയ്താൽ കബൂലാകുന്ന ഉറപ്പുള്ള ഒരു അമലേ ഉള്ളൂ ഈ ഭൂമിയുടെ മുകളിൽ. ഏതാ അമല്? ചെയ്താൽ ഉറപ്പാ സ്വീകരിക്കും. ആര് എന്തിനൊന്നും നോട്ടല്ല, എത്ര അതൊന്നും വിഷയമല്ല. ചെയ്തോ ഒരെണ്ണാണെങ്കിൽ അല്ലാഹു കബൂലാകും. അതാ സ്വലാത്ത്. അത് മനസ്സറിഞ്ഞ് നമ്മൾ ചൊല്ലാൻ വേണ്ടി ശ്രമിക്കണം. ഏത് സ്വലാത്ത് നമുക്ക് ചെല്ലാം, അത് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചു കൊടുക്കുക. ഇനി പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ ഒരു കാര്യം സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറയുന്ന ആ ദിക്റിൻ്റെ തസ്ബീഹിൻ്റെ ഒരു കഷ്ണം ഉണ്ടല്ലോ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി. അതൊരു 100 വട്ടം കഴിയുമെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ചൊല്ലാൻ വേണ്ടി ശ്രമിക്കണം. ഒരുപാട് എണ്ണമറ്റ പ്രതിഫലം, വലിയ സൗഭാഗ്യങ്ങൾ നമ്മൾ കുത്തിമറിഞ്ഞ് ചെയ്താലും അമൽ ചെയ്താലും കിട്ടുന്നതിൽ ഏറെ കൂലി, വലിയ സൗഭാഗ്യം ഈ ദിക്ർ കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഈ തസ്ബീഹ് അതൊരു 100 വട്ടം സുബ്ഹാനല്ലാഹി ബിഹംദിഹി, സുബ്ഹാനല്ലാഹി ബിഹംദിഹി, സുബ്ഹാനല്ലാഹി ബിഹംദിഹി.
അങ്ങനെയെങ്കിലും മിനിമം ഒരു 100 വട്ടം പറയാൻ വേണ്ടി ശ്രദ്ധിച്ചു കൊടുക്കണം. ഇനി നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് സഅത്തുൽ ഇജാബ പരിഗണിക്കണം. വെള്ളിയാഴ്ചയിൽ ദുആ ചെയ്താൽ ഉറപ്പായും സ്വീകരിക്കുന്ന ഒരു നേരമുണ്ടല്ലോ, ആ നേരങ്ങൾ പല നേരമുണ്ട്, അതൊന്ന് പരിഗണിച്ചു കൊടുക്കണം. വിശിഷ്യ അതിൽ ഏറ്റവും പ്രഗത്ഭമായി ഉലമാഇന് പറയാനുള്ളത് ബഅദൽ അസ്ർ കഴിഞ്ഞിട്ടുള്ള നേരം. വെള്ളിയാഴ്ച അസ്ർ കഴിഞ്ഞ് മഗ്രിബിൻ്റെ ഇടയിലുള്ള ആ പൊന്നായ നേരത്ത് നിർബന്ധമായി നമ്മൾ ദുആ ചെയ്യണം. വലിയ സൗഭാഗ്യം അല്ലാഹു നമുക്ക് തുറന്നു നൽകും. അത് കുറിക്ക് കൊള്ളുന്ന ദുആയാണ്, ഓർമ്മ വേണം. ഇനി അഞ്ചാമത്തെ ഒരു കാര്യം സൂറത്തുൽ ഇഖ്ലാസ്, ഫലക്ക്, നാസ്, ഈ സൂറത്തുകൾ 7 തവണ ഓതുന്ന ഒരു പതിവ്. ജുമാ നിസ്കാരം കഴിഞ്ഞ് സഹോദരിമാർ ളുഹർ നിസ്കാരം കഴിഞ്ഞ് 7 വട്ടം വീതം സൂറത്തുൽ ഇഖ്ലാസും സൂറത്തുൽ ഫലക്കും നാസും 7 വട്ടം വീതം മിനിമം നമ്മൾ ഓതാൻ വേണ്ടി ശ്രമിക്കണം. അത് വലിയ സൗഭാഗ്യമാണ്. അടുത്ത വെള്ളിയാഴ്ച വരെ ഒരു സൂവും ബാധിക്കില്ല, ഒരു ഷെറും ഉണ്ടാകില്ല, പൈശാചികം ഉണ്ടാകില്ല, ഫിസിക്കലി ഉണ്ടാകില്ല, ഒരു അപകടത്തിൽ പെടില്ല, പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. വലിയ സൗഭാഗ്യം അത്. ഏതാ? ഇഖ്ലാസ്, സൂറത്തുൽ ഇഖ്ലാസ്, മുഅവ്വിദത്തൈൻ, ഫലക്ക്, നാസ് 7 വട്ടം വീതം ഓതുക. ഇനി ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. 6ാമത്തെ കാര്യം അള്ളാഹിനോട് പാപം പൊറുക്കണേ എന്ന് പറയാം. അത് ഏത് ഇസ്തിഗ്ഫാറും പറ്റും. ഇനി സയ്യിദുൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാറുകളുടെ നേതാവ്, ലീഡർ സയ്യിദുൽ ഇസ്തിഗ്ഫാർ. ആ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലാം. അല്ലാതെ സാധാരണ ചൊല്ലുന്ന അസ്തഗ്ഫിറുല്ലാഹൽ അലീം, മനസ്സ് വേദനിച്ചുകൊണ്ട് പൊറുക്കണേ അല്ലാ, മാപ്പാക്കണേ അല്ലാ, ചെയ്തു പോയി അല്ലാ എന്നുള്ള ആ വേദനയോടുകൂടെ ഇത് മതി. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. റബ്ബേ എന്ത് പവറെന്നറിയോ? അത് അധികരിപ്പിക്കണം പരിശുദ്ധമായ വെള്ളിയാഴ്ചയുടെ രാപ്പകലുകൾ, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച പകലിൽ സമയം കിട്ടുമ്പോൾ. 7ാമത്തെ ഒരു കാര്യം വെള്ളിയാഴ്ച യാ ഫത്താഹ് യാ അല്ലാഹ്, വിജയ കവാടങ്ങൾ തുറന്നു നൽകുന്ന അല്ലാഹുവേ, യാ ഫത്താഹു യാ അല്ലാഹ്, ആ പരിശുദ്ധമായ ഇസ്മ നമ്മൾ മനസ്സറിഞ്ഞ് ചുരുങ്ങിയതൊരു 70 വട്ടം നമ്മൾ പറയാൻ വേണ്ടി ശ്രമിക്കണം. ജീവിതത്തിൽ വിജയം ഉറപ്പുള്ളവർക്ക് മാത്രമേ ഈ അമലിൽ എൻഗേജഡ് ആകാൻ പറ്റുള്ളൂ. ഏതമൽ? വെള്ളിയാഴ്ചയിൽ ഏതെങ്കിലും നേരം കിട്ടുമ്പോൾ, ഇപ്പോൾ നിസ്കരിക്കാൻ പറ്റാത്ത മൊമെൻ്റ് ഉള്ളപ്പോഴും എന്തു പറ്റും? സഹോദരിമാർക്കടക്കം എന്തു പറ്റും? ഇത് കിടന്ന കിടപ്പിൽ രോഗികൾക്കും പറ്റും. യാ ഫത്താഹു യാ അല്ലാഹ്, വിജയകവാടങ്ങൾ തുറന്നു നൽകുന്ന ഫത്താഹായ അല്ലാഹ്. ഉണ്ടാ യാ ഫത്താഹു യാ അല്ലാഹ്. യാ ഫത്താഹ് എന്ന് പറയുന്ന പരിശുദ്ധമായ ഇസ്മ കഴിവിൻ്റെ പരമാവധി നമ്മൾ അധികരിപ്പിക്കണം. 70 വട്ടം നമ്മൾ ചൊല്ലുന്ന, അതിനേക്കാൾ അളവ് കുറയരുത്, 70 മിനിമം നമ്മൾ ചൊല്ലേണ്ടത്. അൽഹംദുലില്ലാഹ്. അങ്ങനെയെല്ലാം വെള്ളിയാഴ്ചയുടെ മഹത്വങ്ങളെല്ലാം മനസ്സിലാക്കി ഉപയോഗപ്പെടുത്തണം. അല്ലാഹു വെള്ളിയാഴ്ചയുടെ മഹത്വം കൊണ്ട്, ബഹുമാനം കൊണ്ട്, ആദരവ് കൊണ്ട് നമുക്കെല്ലാം ഇരുലോക ആഫിയത്ത് അല്ലാഹു തുറന്നു നൽകട്ടെ. അല്ലാഹു നമ്മുടെ ക്ലാസ് മുടങ്ങാതെ കേൾക്കുന്ന, ഇവിടെ കണ്ടാലും സന്തോഷം പറയുന്ന, വീട്ടിലെ കുടുംബത്തിലെ കല്യാണം, അതേപോലെ തന്നെ ഒരു വീട് താമസം, ഈ സന്തോഷങ്ങളിലൊക്കെ പ്രിയപ്പെട്ടവരെ പലപ്പോഴും ദുആ ചെയ്യാൻ പറയുന്നു, പങ്കെടുക്കാൻ വേണ്ടി പറയുന്നു. അതിൻ്റെ സന്തോഷങ്ങളിൽ ഭാഗവാക്കാക്കുന്നു. വലിയ സന്തോഷം കുടുംബത്തിലെ രംഗത്തെ പോലെയാണ്. എൻവാറിഫിൻ്റെ കുടുംബത്തിൽ ഒരുപാട് പേര്. എല്ലാവർക്കും അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. എല്ലാ മുഅ്മിനീങ്ങൾക്കും മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വാഖിറു കലാമി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് കുല്ലു നഅമത്തിൻ മിനല്ലാഹ് മാഷാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാഷാ അല്ലാഹ് ലാ യസ്രിഫു السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله لا يا داخل الجنة